ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ദളപതി 69 ഡയറക്ടർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരു മലയാളി ഡയറക്ടർ, സിംഗർ, ആക്ടറായ മലയാളി ഗോട്ട് പടത്തിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കാം. അതുപോലെ ഗോട്ടിലൊരു ക്യാമിയോ റൂമറും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യ അപ്ഡേറ്റ്, മലയാളത്തിലെ ഡയറക്ടർ പ്ലസ് ആക്ടറായ ഒരുത്തൻ ഡേറ്റ് ഇഷ്യൂ കാണാൻ ഗോട്ടിൽ ഒരു കാസയെ വിളിച്ചെങ്കിലും ചെയ്യാൻ പറ്റാതെ പോയി. അത് ആരാണെന്ന് നോക്കിയാൽ അത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന പടത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ഗോട്ട് പടത്തിൽ ഡേറ്റ് ആയിട്ട് മാച്ച് ആകാത്തതുകൊണ്ട് ഗോട്ടിൻ്റെ കാസ്റ്റിൽ നടന്നില്ല എന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. വിജയ് പടത്തിൽ മലയാളികൾ വരുന്നത് തന്നെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ദളപതി 69 ഫൈനലി ഒരു കൺഫർമേഷൻ അപ്ഡേറ്റ് ഇപ്പോൾ ഓൾ ട്രാക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. തീരെ പ്രതീക്ഷ കുറയ്ക്കുന്ന അപ്ഡേറ്റ് ആണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെട്രിമാനല്ല, എച്ച് വിനോദാണ് ദളപതി 69 ഡയറക്ടർ എന്നാണ് കൺഫേം അപ്ഡേറ്റ്. അതും ഒരു ആക്ഷൻ സബ്ജക്റ്റ് അല്ല, ഒരു പക്ക പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആണ് അത്ര. എച്ച് വിനോദ് അത്രയ്ക്ക് മോശം ഡയറക്ടർ അല്ല, എന്നാലും ലാസ്റ്റ് ചെയ്ത വലിയ സിനിമയ്ക്ക് വെച്ച് ഒരുപാട് ഡൗൺ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ദളപതി 69 ഐപ്പ് എന്നത് വളരെ കുറയും. ഗോട്ട് ലെവൽ ഐപ്പ് തന്നെയാകും ഉണ്ടാവുക കണ്ടന്റ് വൈസ് എക്സ്പെക്ടേഷനിൽ. ഇനി തീരം പോയൊക്കെ ഒരു പടമാണ് എച്ച് വിനോദ് എടുക്കുന്നതെങ്കിൽ നന്നായിരുന്നു, ഒരു ത്രില്ലർ പടമൊക്കെ. ലോകേഷൊക്കെ പോലെ തന്നെ നല്ല മേക്കിങ്ങും സ്ക്രിപ്റ്റൊക്കെ എടുക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷെ അതിൻ്റെ പിഴവുകൾ എന്താണെന്ന് സമ്മതിച്ചു തരില്ല. എന്തായാലും ഐപ്പില്ല, എന്നാലും മോപ്പുണ്ട്. അപ്പോൾ ദളപതി 69 എച്ച് വിനോദ്. ഗോട്ട് മൂവിയിൽ ക്രിക്കറ്റ് താരമായ ധോണിക്ക് ഒരു ക്യാമിയോ ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് റൂമേഴ്സ് പോകുന്നത്. ഒരു ക്രിക്കറ്റ് മാച്ചിൽ നിന്ന് ഗോട്ട് പോലെ നടക്കുന്നുണ്ട് അത്രേ. അതിൽ ധോണിക്ക് ഒരു സീനുണ്ട് എന്നാണ് റൂമേഴ്സൊക്കെ പോകുന്നത്. എന്തായാലും അടിപൊളിയാകും, കാത്തിരിന്ന് നോക്കാം എങ്ങനെയൊക്കെ ക്യാമിയോ റോളാക്കാനൊക്കെ. അപ്പോൾ ഇതേക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തട്ടി അങ്ങോട്ട് വിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തട്ടി വിട്ടാൽ, കൂടാതെ ബെൽ ബട്ടൺ കൊണ്ട് തട്ടി വിട്ടാൽ കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.